അപ്പം മച്ചന്മാരെ സാൽമൺ ഫുള്ള് ഇതും സാൽമൻ്റെ ഒരു ബഹളം തന്നെ നമ്മൾ ഈ കപ്പലിൽ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സീക്രട്ട് മസാല ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. മൊരിഞ്ഞു വന്നാണ്ട മൊരിഞ്ഞിക്കലും എല്ലാവർക്കും ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ വിളിച്ച് കിടക്കണേ, ഞാൻ എടുത്ത് കാണിച്ചു തരാം അവരാ. അയ്യോ പൊക്ക പറ്റില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഒരു 3-4 കിലോ ഉണ്ടാവും. ഇതെന്തിട്ടാണെന്നറിയോ? കിങ് സാൽമൺ. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കിങ് സാൽമൻ്റെ മസാല ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് 3-4 ഡിഷ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കപ്പലിൽ. അപ്പോൾ ഓരോന്നായിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് റെസിപ്പി കിങ് സാൽമൺ ഇന്ത്യൻ മസാല ഷാലോ ഫ്രൈഡ്. ഇത് വെച്ചിട്ട് കോണ്ടിനെൻ്റൽ ബേക്കഡും ഉണ്ടാക്കും, ബേക്കഡ് സാൽമൺ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സാൽമൺ നാടൻ മീൻകറി, ആ സാധനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാൽമൺ മപ്പാസ് ഉണ്ടാക്കുന്നുണ്ട്. സാൽമൻ്റെ ഒരു ബഹളം തന്നെ നമ്മൾ ഈ കപ്പലിൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കപ്പലിൽ സാൽമൺ സുലഭമായിട്ട് കിട്ടും. സുലഭമായിട്ടെന്ന് വെച്ചാൽ ചീപ്പായിട്ട് കിട്ടുമെന്നല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഒരു കമ്പനി ഇങ്ങനത്തെ എക്സ്പെൻസീവ് ഫുഡൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതെങ്ങനെ കറി വെക്കാം, very കെയർഫുള്ളായിട്ട് വേണം ക്ലീൻ ചെയ്യാനും, മാരിനേഷൻ ചെയ്യാനും, കുക്ക് ചെയ്യാനും. കുക്കിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വളരെ കുറവാണ്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ സാൽമൺ ക്ലീൻ ചെയ്ത് തുടങ്ങാൻ പോയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്കിതിൻ്റെ ചെതമ്പല അങ്ങോട്ട് കളയണം. അതിനു വേണ്ടി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം, ഈ മുകളിലത്തെ മുള്ളുള്ള സാധനങ്ങളൊക്കെ. ഈ സംഭവം നമ്മുടെ നാട്ടിൽ ലുലു മാളിലൊക്കെ ഉണ്ട്. ലുലു മാളിലൊക്കെ എങ്ങനെയും നല്ലൊരു പൈസ വരുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ റീസെൻ്റ്ലി എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2,000 രൂപ കിലോന് വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല, ഇത് ഫീമെയിൽ ഉണ്ടാവും. ഈ സാധനം ഫീമെയിലാണ്. മുട്ടയൊക്കെ എടുത്തിട്ട് അത് തന്നത്, മുട്ടയൊക്കെ അവരെടുത്തിട്ട് ആണ് തന്നത്. ഫാംഡ് ആണ്, ഫാം സാൽമണാണ്. ഫാറ്റ് കൂടുതലായിരിക്കും, നെയ്യ് കൂടുതലായിരിക്കും ഈ മുട്ട എടുത്ത സാൽമണൊക്കെ. അപ്പോൾ നോർമലി ഇതിനൊരു വഴുവഴുപ്പ് ഉണ്ട്. നമുക്ക് ഹാൻഡിൽ ചെയ്യാനും മീറ്റ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും എല്ലാത്തിനും വേണ്ടി നമുക്ക് കുറച്ച് പകുതി ഡിഫ്രോസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ബലം കിട്ടും നമുക്ക് പിടിക്കാനും കൈകാര്യം ചെയ്യണം. ഇതിൻ്റെ ചെതമ്പൽ കളയാനാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യണത്. ഓക്കെ, ഇത് നമ്മുടെ അവിടുത്തെ കടയിലൊക്കെ ഉണ്ടാവും, പല രീതിയിൽ പല ഷേപ്പിലായിരിക്കും. ഇതിൻ്റെ വയർ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് ഈ പരിപാടി. ഒരു 7 മണിക്കൊക്കെയാണ് പരിപാടി. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ നോൺ വെജൊക്കെ കട്ട് ചെയ്യണ ഡെയിലി. അപ്പോൾ നമ്മുടെ ഷിപ്പിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സിമ്പിളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല ഇവിടെ കറക്റ്റായിട്ട്. അപ്പോൾ എന്നാലും നമ്മൾ കുക്കിംഗ് ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും വരുത്താറില്ല. ബട്ട് റെസിപ്പീസ് എല്ലാം സിമ്പിളായിരിക്കും. കുക്കിംഗ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ കടയിൽ പോയി വാങ്ങും. ഈ കടലിലാണെങ്കിൽ എന്ത് ചെയ്യാനാണ്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് വേണം ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് തന്നെ. അപ്പോൾ കണ്ട, ഇങ്ങനെ സാൽമൺ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ വയറിൻ്റെ ഭാഗം കണ്ടത് നിങ്ങൾ പിങ്ക് കളർ, ഇതിൻ്റെ മാംസം ലൈറ്റ് പിങ്ക് കളറാണ്. ഇതിനെ കട്ട് ചെയ്തെടുക്കുക. ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. കട്ടിങ്ങിലും ഒരു ചെറിയ മെത്തേഡ് ഉണ്ട്. അങ്ങോട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്ന ഈ ബ്ലൂ കത്തിയും ഈ ബ്ലൂ കട്ടിങ് ബോർഡും, ഇത് ഷിപ്പിൽ ഇവിടെ നമ്മൾ കളർ കോഡ് വെച്ചിട്ടാണ് എല്ലാ മീറ്റും കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫിഷിന് യൂസ് ചെയ്യണത് ബ്ലൂ കത്തിയും ബ്ലൂ കട്ടിങ് ബോർഡാണ്. പിന്നെ മീറ്റിന് മറ്റേ ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന റെഡ് കട്ടിംഗ് ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് പല കട്ടിംഗ് ബോർഡ് ഉണ്ട്. ഇതിനാ റെഡ് കട്ടിംഗ് ബോർഡ്. ഈ സാധനമാണ് പീസ് ആലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ടോ, വേണ്ട നല്ല പിങ്ക് കളറിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം നമ്മൾ. ഇനി ഇങ്ങനെ മുറിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു നടുവേ ഇത് ബോൺലെസ് ആക്കണം. ഒരു ഫില്ല് എടുക്കണം, വലിയ ഫില്ല് എടുക്കണം. ആ വലിയ ഫില്ല് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് കണ്ട തലയുടെ അവിടെ വരും. എന്നിട്ട് ഇവിടെ ഒരു പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കിയാൽ സാൽമൻ്റെ ഒരു ഫില്ല് കിട്ടും. കണ്ട
കളർ നോക്കി, പിങ്ക് കളർ കണ്ട, ലൈറ്റ് പിങ്ക് കളർ, ഓറഞ്ച് കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിങ്ക് അല്ല, ഒരു പിങ്കും ഓറഞ്ചും ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫില്ല് എൻ്റെ രീതിയിൽ വേണ്ട. ഇവിടെ ബോണുണ്ട്, ഇത് ബോൺലെസ് പാട്ടാണ്, ഇത് ബോൺ പാട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ ഒരെണ്ണം ബോണുള്ളതും ഒരു ബോണില്ലാത്തതും കിട്ടും, മനസ്സിലായോ? അതാണ് കൂനാന്നറിയോ, ഒന്ന് വേണ്ട ഇങ്ങനെ കൂനുകൂന കൂനുകൂന കൂനുകൂനെ കൂനു കൂനു കൂനുനു കൂനു 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 കൂനുനു. ഇനി നമ്മൾ ബോണുള്ള പീസ്, ഇതാണ് ദ ബെസ്റ്റ് പീസ് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ഫാറ്റ്, ഇതിൻ്റെ നെയ്യ്, നല്ല ഫ്ലേവറൊക്കെ ഉള്ള പീസാണ് ഈ ബെല്ലി പീസ്. ഓക്കെ, അപ്പം അത് ഇങ്ങനെ കൂനുകൂനാണ്. ഇനി നമ്മ ഈ ബാക്കി ഭാഗത്തിന് എന്ത് ചെയ്യണമെന്ന് പറയും, ഈ തല അപ്പുറത്തെ തല കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ തല സെയിം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കാം. അടാ തല ഈ സംഭവമില്ല, ഇത് തലക്കറി വെച്ചാൽ പൊളിക്കും. ഞാൻ ഒരു ദിവസം വെച്ച് കാണിച്ചു തരാം കേട്ടോ. തലക്കറി കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര ഫാറ്റാണ്, ഭയങ്കര ഫ്ലേവറാണ്. തലയുടെ ഉള്ളിലേക്ക് ഇവിടെ ഭയങ്കര സോഫ്റ്റാണ്, പഞ്ഞി വലിയിരിക്കും, മനസ്സിലായോ? അപ്പം ഇന്ന് നമ്മൾ വറക്കാനാണ് പോണത്, അതുകൊണ്ട് ഇതിൻ്റെ നടുവേ കട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്ത് വെക്കാം ഒരു പീസ്, പൊളിയണം. അപ്പോൾ ഇനി നമ്മൾ ഈ ബോണുള്ള പീസ് കണ്ട, ഈ ബോൺ വിത്ത് മെയിൻ ആ ഒരു നട്ടല്, ആ ഒരു ബോണുള്ള പീസ് നമുക്ക് എടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യണം നോക്കാം. ബെല്ലി പീസ്, ഇത് കറക്റ്റ് ആ ഒരു സെൻറ്റർ ബോണുള്ള ആ പീസ്. അപ്പോൾ സെൻറ്റർ ബോണുള്ള പീസ് എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു വരക്കാം, ഒറ്റ പ്രസ്സിൽ കണ്ട ആ ഒരു കറക്റ്റ് ആ ഒരു ബോൺ എവിടെയും നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ സാധനം കിട്ടും. കണ്ടാ കഴിഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടാൻ കാരണം ഇത് ഫ്രോസണാണ് കേട്ടോ, കുറച്ചും കൂടി ഫ്രോസണാണിത്, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇത് ഫ്രഷ് അല്ല, അതുകൊണ്ടാണ്. സാമ്പ് നല്ലോണം വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ റണ്ണിങ് വാട്ടറിൽ നമ്മൾ വാഷ് അങ്ങോട്ട് ചെയ്യുക. ഈ സംഭവം എന്താണെന്ന് പറയുക നിങ്ങൾക്ക്, ഇത് ഫ്രോസൺ മട്ടൻ്റെ ബോൺലെസ് വിത്ത് ബോൺ ക്യൂബാണ്. മട്ടൻ്റെ പല റെസിപ്പീസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചോപ്സും നമ്മുടെ റിപ്സും ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സാണ് ഈ സംഭവം എന്ന് വെച്ചാൽ. ഇതിൻ്റെ നെല്ലി ആ ഒരു ബോണിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലേവറൊക്കെ നെയ്യൊക്കെ ഇറങ്ങി വന്ന ആ റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗരം മസാലയിലുള്ളൊരു സംഭവം സീക്രട്ട് മാജിക് അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സാൽമൺ മാരിനേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു സീക്രട്ട് മസാല ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ വാങ്ങിച്ചോ. ഫസ്റ്റ് നമുക്ക് എപ്പോഴും വേണ്ടതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാനൊരു 50 പീസിനാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ 50 പീസ്, അപ്പോൾ അത് നിങ്ങൾ കണക്കൂട്ടി ചെയ്താൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഓക്കെ, 50 പീസിന് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഓക്കെ 4. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എവറേസ്റ്റിൻ്റെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ സോൾട്ട്. ഓക്കെ, പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ അരച്ച് വെച്ച ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് ചോദിക്കാം കേട്ടോ. ഇങ്ങനെ പിടിച്ച് ചോദിക്കുന്നത് നമുക്ക് കുരുവൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. ഓക്കെ, അടുത്തത് കുരുമുളക് പൊടി. ഓക്കെ, അടുത്തത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഷാൻ്റെ ഫ്രൈഡ് ഫിഷ് മസാല. ഓക്കെ, മസാലയാണ് ഇതങ്ങോട്ട് ഇടണം. ഇതെന്ത് ഫിഷിലിട്ടാലല്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. 3. ഓക്കെ, ഇതിൽ ഓയിൽ ഒഴിക്കണ്ട കേട്ടോ, ഓയിൽ ഒഴിച്ചാൽ ശരിയാവില്ല. ഓക്കെ, ഈ മസാലയുടെ 2 മുട്ടയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് മസാല പിടിക്കാനാണ്. അപ്പോൾ അത് നോക്കിയേ, നമ്മുടെ സാൽമൺ കുട്ടൻ ഇതിൻ്റെ ലെയേഴ്സ് കണ്ട, ലെയർ കണ്ട. ഈ സാധനം അങ്ങോട്ട് ഈ മസാലയിൽ അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് വറുതല്ലേ പൊളി സാധനമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിലെ ജനൽ എന്ന് പറയുന്നത്. ജനലെന്ന് പറയൂല, പോർട്ട് ഹോൾ എന്നേ പറയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ 2 ജനലുണ്ട്. ജനലിൽ കൂടി നമുക്ക് ഇതേ കടലിൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പോർട്ട് ഹോള് ഇതാണ്, എന്നിട്ടാണ് പോർട്ട് ഹോൾ. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയാത്ത പറഞ്ഞായിരുന്നു ഓരോരോ വീഡിയോയിലും. അപ്പോൾ നമ്മൾ മീനൊക്കെ അങ്ങോട്ട്
മാരിനേഷൻ ചെയ്തിട്ട് മീൻ അങ്ങോട്ട് പുരട്ടി മസാല വെട്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും മീൻ മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചാലേ മസാല കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂർ നമുക്ക് മൂടി വെക്കാം. അപ്പോൾ കാഴ്ച നമ്മുടെ മീൻ നല്ലോണം ഇരുന്നു. ഒരു 2-3 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മാരിനേറ്റ് ചെയ്തിട്ട് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് മോനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർഡ് ബൈ സഫോള ഗോൾഡ്. അങ്ങനെ ഒന്നല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ ഈ ഓയിലാണ് യൂസ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ, സഫോള, പിന്നെ ഇടയ്ക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ മലയാളീസ് ആണല്ലോ. അപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ റെസിപ്പിയിൽ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ സാൽമൺ ഇതങ്ങോട്ട് മുരിച്ചെടുക്കാൻ പോയാണ് മോനെ, കാണിച്ചു തരാൻ. ഇതിലാണ് നമ്മൾ ഫിഷ് വറക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു 250 നമുക്ക് 250 ഡിഗ്രിയിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അപ്പോൾ ചമ്മര എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടെന്ന് വെച്ചാൽ അധികം ചൂടാവാനും പാടില്ല. എണ്ണ അധികം ചൂടായാൽ ഇത് കരിഞ്ഞു പോവും. ഈ മസാലയും കരിഞ്ഞു പോവും, എല്ലാം കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഫിഷ് ഫ്രൈ. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഭവമാണ് ഈ എണ്ണയുടെ ഈ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതങ്ങോട്ട് സ്വിച്ച് ഓഫ് ആക്കി കളയുക. എന്നിട്ട് എണ്ണ എൻ്റെ ഇങ്ങനെ ഫാസ്റ്റിൽ ഇങ്ങനെ മീനിങ്ങനെ നിരത്തി ഇടുക. അപ്പോൾ അതിൻ്റെ ചൂട് എല്ലാം കൂടി ഈ മീൻ ഇങ്ങനെ ഇടുമ്പോൾ ഈ എണ്ണയുടെ ചൂട് കുറയും. അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം. നല്ല മണം വന്നിട്ടുണ്ട് കേട്ടോ. സാൽമൻ്റെ ഈ ഒരു ഫാറ്റിൽ അതിങ്ങനെ മുരിയുമ്പോൾ നല്ലൊരു മണം പോയി മനസ്സിലാവും. നിങ്ങൾ ലുലുവിലൊക്കെ പോയിട്ട് ഒരു സാൽമൺ വാങ്ങിച്ചിട്ടില്ലേ, ഇതുപോലത്തെ മസാല ഒന്ന് ഉണ്ടാക്കി പെരട്ടിയിട്ട് ഒന്ന് പ്രാവശ്യം ചെയ്ത് നോക്ക്, എന്നിട്ട് കമൻറ്റ് ചെയ്യും. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫിഷ്. ഇവിടെ പിന്നെ സുലഭമായിട്ട് ഈ സംഭവം കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇത് വറുത്തും പൊരിച്ചും കറി വെച്ചും മപ്പാസ് വെച്ചും കുറുമ വെച്ചും അല്ല മറ്റേ ഫിഷ് മോളില്ലേ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മസാലയിൽ സാൽമൺ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് എനിക്ക് അധികം താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും കോണ്ടിനെൻ്റൽ സ്റ്റൈലിൽ കുറച്ച് മിക്സ് ഹെർബ്സും കുറച്ച് ഗാർലിക്കും കുറച്ച് ഒലിവ് ഓയിലും ബട്ടറും അങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പറും ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്താലോ ഓവനിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. 10 മിനിറ്റ് നല്ല ഒരു 210 അങ്ങോട്ട് ബേക്ക് ചെയ്താൽ അടിപൊളിയാവൻ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് അപ്പം എന്തുകൊണ്ടത് ചെയ്യണില്ലെന്ന് വെച്ചാൽ ഇന്ന് മെനു ഇതാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ സാൽമൺ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ നിങ്ങൾ സാൽമൻ്റെ വെറൈറ്റി ഓഫ് ഡിഷസ് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സാൽമൺ എങ്ങനെ വറക്കാം കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം കേട്ടോ ഈ വീഡിയോ. അപ്പം നമ്മൾ വർത്താനം പറഞ്ഞാൽ അധികം സമയം കളയണ്ട. ഇത് വേഗം മറിച്ചിടണം. കൊടുക്കുക വേണ്ട, ഞാൻ ഇത് ഇട്ടുള്ളൂ കേട്ടോ. കണ്ട മൊരിഞ്ഞു വന്ന കണ്ട മൊരിഞ്ഞു വന്നേക്ക് കണ്ട താനും കണ്ട കരിഞ്ഞിട്ടില്ല. കണ്ട ഇതാണ് ചെയ്യേണ്ടത്. കരിയാൻ പാടില്ല. ഇങ്ങനെ മൊരിഞ്ഞ് വരണം. കണ്ട മൊരിഞ്ഞു വന്നേ കണ്ട. അപ്പം ഇത്രയും മീൻ ഒരുമിച്ച് നമ്മൾ ഇട്ടേക്കല്ലേ, അപ്പം ടെമ്പറേച്ചർ കുറഞ്ഞുണ്ടാവും വേണ്ട. അപ്പം നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് വെക്കാം. 300 വെക്കാം. 300 ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ടെമ്പറേച്ചർ ഓവറാകും. ഒരു 5 മിനിറ്റ് 300 വെച്ചാലേ ഈ സംഭവം എല്ലാം പക്കയായിട്ട് വറുത്തും കിട്ടും, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞും കിട്ടും. വേണ്ട പിന്നെ മസാല ഇങ്ങനെ ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എല്ലാവർക്കും ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത്, നമ്മ മീനിൻ്റെ മസാല പുരട്ടുമ്പോൾ ഇങ്ങനത്തെ ഷാലോ ഫ്രൈ വറക്കാനായിട്ടുള്ള മസാല പുരട്ടുമ്പോൾ ഓയിൽ ദൈവത്തെ ഓർത്ത് ആരും യൂസ് ചെയ്യരുത്. എല്ലാ റെസിപ്പിയിലും ആൾക്കാർ പറയും കുറച്ച് ഓയിൽ ഇട്ടോ. എന്തിനാണ് ഇത് ഇടുന്നത്? എന്തെങ്കിലും റീസൺ വേണ്ടേ നമ്മൾ ഓയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കുമ്പോൾ? അപ്പോൾ ഓയിൽ ഇട്ടല്ലേ മറ്റേ മസാലകളെല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കും ഒരു സ്ഥലത്ത്. ഇതുമ്മ പിടിക്കൂല, മസാലകൾ തമ്മിൽ ബോണ്ടാവും. അപ്പോൾ അത് ഇവിടെ നോക്കിയേ, ഇത് വെന്ത് വക്കയായി. ഇത്രയും വെന്താ മതി മോനെ. കണ്ട ഇവിടെ എത്തിയപ്പോൾ ഇത് വെന്ത്. അപ്പം നേരെ എടുക്കുക, നമ്മുടെ ഇതങ്ങോട്ട് പോകാനായിട്ട് വെക്കാം. കണ്ട മുരിന്നിരിക്കണ്ട. കണ്ട സാധനം കണ്ട. ഇതധികം വേവിക്കാൻ പാടില്ല. വേവിച്ചാ പോയി. ഇതധികം വെന്ത് കഴിഞ്ഞാൽ ഈ മീൻ ഒരു ഗുണമില്ലാണ്ടാവും. ഞാൻ നാട്ടിൽ വരുമ്പോൾ കുറച്ച് പേരെ വിളിച്ചിട്ട് ഇത് സംഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം. ഇവിടെ നിന്നിട്ട് ചലച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് കഴിച്ചു നോക്കണം.
അപ്പം നാട്ടിൽ വരുമ്പോൾ കുറച്ച് ടീമിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ വറുത്തങ്ങോട്ട് തരാം. പക്ഷേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇതുപോലെ ഫ്രീ ആയിട്ട് ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുക്ക് ചെയ്ത് തരാം. അപ്പം മച്ചന്മാരെ സാൾമൺ ഫുള്ള് ഇത് മൊത്തം അങ്ങോട്ട് നല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പാട്ടായ എന്താ പറയുക, ഈ വയറില്ലേ, വയറിൻ്റെ ഭാഗം കണ്ട് എടുക്കാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ പൊളിക്കുക, ഇങ്ങനെ പൊളിക്കണം. ആഹാ കളറണ്ട കണ്ട ഈ സാധനം അങ്ങാടില്ലേ. നെയ്യുണ്ടോ? നെയ്യുണ്ടോ? ഈ തോലിയും അടിപൊളിയാണ്. പൊളി സാധനം. വേറെ മീനൊക്കെ മാറി നിൽക്കും. ഞാൻ നാട്ടിൽ ചെന്നാലും പറയുന്നുണ്ട് വേറെ മീനൊക്കെ നോമ്പിൽ മാറി നിൽക്കും. പ്രാവശ്യം ട്രൈ ചെയ്യണം. മസാല എല്ലാം അറിയാല എന്തൊക്കെ ഇട്ടിരുന്നു. അപ്പം അടുത്ത വീഡിയോ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ഇതിൻ്റെ കൂടെയില്ലേ എന്തൊക്കെയാണ് കഴിക്കാൻ പോകണമെന്നറിയോ? രസം. മീൻ വറുത്തതിൻ്റെ കൂടെ രസം കഴിച്ചാൽ ഉണ്ടാക്കിയുണ്ട്. എന്തൊക്കെയാണ് കഴിക്കാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കോമ്പിനേഷൻ മെയിനായിട്ട് രസമാണ് വേണ്ടത്. അടിപൊളി രസം അങ്ങനെ 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് കൊണ്ട് ഹോം മെയ്ഡ് രസം ഉണ്ടാകും. പൊടിയിട്ട് ഉണ്ടാക്കണില്ല, ഹോം മെയ്ഡ് രസം അരച്ചെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള റെസിപ്പി വഴിയെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കേണ്ട എല്ലാ വീഡിയോസും പോയി കാണാം. ഓക്കെ, അപ്പം സാൾമൺ. അപ്പം മച്ചന്മാരെ ഇന്ന് നമുക്ക് കഴിക്കാൻ പോണത് നമ്മുടെ സ്പെഷ്യൽ എന്തിട്ടാണ് സാൾമൺ. പിന്നെ ഒരു ഭംഗിക്ക് ഇത്തിരി തൈര്, ഇത്തിരി ക്യാബേജ്, പിന്നെ നെയ്യ് ഒഴിച്ച പരിപ്പ്, മനസ്സിലായോ? പിന്നെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ അടിപൊളി ഹോം മെയ്ഡ് തൈര് ഈ രസം ഉണ്ടാക്കുന്നു. അപ്പം ഇത് നമ്മൾ ഹോം മെയ്ഡ് രസത്തിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. എന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിച്ചാലില്ലേ കുടിയും. സാൾമൻ്റെ ഈ വയറ് ഭാഗമില്ല, ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് പോയി. പിന്നെ നെയ്യ് ഒഴിച്ച പരിപ്പുണ്ട്, നെയ്യ് ഒഴിച്ച പരിപ്പ് അതും കൂടി വെച്ചിട്ട് ഇങ്ങനെ മുട്ടയും കൂടി വെച്ചിട്ട് ഇത്തിരി തൈരും കൂടി വെച്ചിട്ട് പിന്നെ സാൾമൺ കൊണ്ട് വെച്ചിട്ട് ഈ ക്യാബേജും വെക്കണം. എന്നിട്ട് ഈ രസം അങ്ങോട്ട് വയ്ക്കണം. ഇങ്ങനെ കുഴച്ചിട്ടില്ലേ ഇങ്ങനെ വയറ് ഇങ്ങനെ വെച്ച പൊളിയാണ്. അപ്പോൾ കപ്പൽ ഫുഡ് റെസിപ്പീസും കപ്പലിൻ്റെ വിശേഷങ്ങളും പുതിയ റെസിപ്പീസും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈ രസം ഉണ്ടാക്കുക എന്നുള്ള സംഭവം യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ്. പിന്നെ ഇതിൻ്റെ സീക്രട്ട് റെസിപ്പി എന്നിട്ടാണ് മറ്റേ ഫ്രൈഡ് ഫിഷ് മസാല ഷാൻഡ. അത് വാങ്ങിച്ച് എല്ലാവരും ഇടണോട്ടാ. പൊളിയാണ്, അടിപൊളിയാണ്. അപ്പോൾ ശരി, അങ്ങനെ കേട്ടെ.